നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിയിൽ നിലപാട് വ്യക്തമാക്കിയ ഹിന്ദു ഐക്യവേദി. നിയമത്തിന്റെ വഴിക്ക് പോകണമെന്ന് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. ജില്ലാ ഭരണകൂടം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് കരുതുന്നുവെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ ജനം ടിവിയോട് പ്രതികരിച്ചു. ഗോപൻ സ്വാമിയുടെ സമാധി വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ പേരിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ അവാസ്തവമാണ്. ഹിന്ദു ഐക്യവേദിക്ക് അത്തരത്തിലുള്ള നിലപാട് ഈ വിഷയത്തിൽ ഒരു സമയത്തും സ്വീകരിച്ചിട്ടില്ല. ഹിന്ദു ഐക്യവേദിയുടെ പ്രഖ്യാപിതമായ നിലപാട് ഇക്കാര്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നിട്ടുള്ള പരാതികൾ ഉയർന്ന സ്ഥിതിക്ക് നിയമപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. ഇതിന് ജില്ലാ ഭരണകൂടമാണ് ഇതിന് മുൻകൈയെടുക്കേണ്ടത്. ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ള നടപടികൾ, നിയമപരമായ നടപടികൾ, ആ കുടുംബത്തിനെ കൂടി ഇതിന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ എടുക്കുന്നത് ഉചിതമാകും എന്നുള്ളൊരു അഭിപ്രായം മാത്രമാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയുവാനുള്ളത്. ഇതിൻ്റെ മറ്റൊരു വശം, ചില തൽപര കക്ഷികൾ, ചില തീവ്രവാദ സംഘടനകൾ ഇതിൻ്റെ എതിർഭാഗത്ത് നിന്നുകൊണ്ട് ഇതിനെ ആ സമാധി എന്ന് പറയുന്ന ആ മഹത്തായ ആ ഒരു കാര്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി ഹിന്ദു ഐക്യവേദി ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള ഏത് നീക്കത്തെയും ചെറുത്ത് തോൽപ്പിക്കപ്പെടും എന്നുള്ള കാര്യം കൂടി ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, കഴിഞ്ഞ ദിവസം പലരും പറയാൻ ശ്രമിച്ചിരുന്നു ഹിന്ദു ഐക്യവേദിയൊക്കെ ഇതിനൊപ്പമാണ് എന്ന്. പക്ഷേ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് അടിവരയിട്ട് പറയുന്നു ഹിന്ദു ഐക്യവേദി, അല്ലേ? കൃഷ്ണ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഹിന്ദു ഐക്യവേദിയുടെ പേരിൽ പരാമർശങ്ങൾ പല സ്ഥലത്തുനിന്ന് ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത് ഹിന്ദു ഐക്യവേദി പറയാത്ത പരാമർശങ്ങൾ ഹിന്ദു ഐക്യവേദി എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടെല്ലാം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ സമാധിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ, പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ അത് ഈ കുടുംബത്തോടൊപ്പമാണ് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. കല്ലറുകൾ പൊളിക്കാൻ പാടില്ല എന്ന നിലപാട് ഹിന്ദു ഐക്യവേദിക്കുണ്ട് എന്നടക്കമുള്ള വ്യാജ പ്രചരണങ്ങൾ ഉയരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂരാണ് ജനം ടിവിയോട് സംസാരിച്ചത്. ഈ കേസിൽ, അതായത് ഈ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള എന്ത് നടപടികളുണ്ടോ ആ എന്ത് നടപടികൾ ജില്ലാ ഭരണകൂടവും പോലീസും സ്വീകരിക്കുന്നുണ്ടോ അതിനൊപ്പം തന്നെയായിരിക്കും ഹിന്ദു ഐക്യവേദിയുടെ നിലപാടും എന്ന് ഹിന്ദു ഐക്യവേദി അറിയിക്കുകയും ചെയ്തു. അതായത് ഈ കല്ലറ പൊളിച്ചുകൊണ്ടുള്ള നടപടികൾ, അതിനെ നിയമപരമായി അതിൻ്റെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് നിയമത്തിന്റെ വഴിയിൽ, അതായത് മരണം കൊലപാതകമോ ആത്മഹത്യയോ അല്ലെങ്കിൽ കൊലപാതകമോ അല്ലെങ്കിൽ സമാധിയോ എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ പല ഭാഗങ്ങളിൽ നിന്ന് പരാതി ഉയരുന്നു, വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിയമത്തിന്റെ വഴി തന്നെയാണ് ഹിന്ദു ഐക്യവേദിയും സ്വീകരിക്കുന്നത്. അല്ലാതെ മറ്റ് പുറത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, പുറത്തുനിന്ന് ഹിന്ദു ഐക്യവേദിയുടെ പേരിലായിട്ട് വരുന്ന വ്യാഖ്യാനങ്ങളൊന്നും അത് തങ്ങളുടേതല്ല എന്ന് കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നമുക്കറിയാം, ഈ സമാധി എന്ന് പറയുന്നത് നമുക്ക് ഹിന്ദു ആചാര്യന്മാരും സന്യാസിമാരും ഒക്കെ സമാധിയാവുന്ന ഒരു ചരിത്രമുണ്ട്. അതോടൊപ്പം തന്നെ അത്തരത്തിൽ സമാധികൾ നേരത്തെയും സംഭവിച്ചിട്ടുമുണ്ട്. അങ്ങനെ പൗത്രമായി നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ഹിന്ദുക്കൾ കാണുന്ന ആ സമാധി എന്ന സങ്കല്പത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചില ശക്തികൾ, അത് ഇടത് അല്ലെങ്കിൽ ചില തീവ്രവാദ സംഘടനകൾ ആ സമാധി എന്ന സങ്കല്പത്തെ വികലമാക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗോപൻ സ്വാമിയുടെ അല്ലാതെ ഈ സമാധി എന്ന സങ്കല്പത്തെ വികലമാക്കാൻ നടത്തിയ ശ്രമങ്ങൾ, STP അടക്കമുള്ള ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ അങ്ങനെ ഈ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട രംഗത്ത് വന്നിരുന്നു. അതിനെതിരെയാണ്, ആ സമാധി സങ്കല്പത്തിന് എതിരായ പ്രസ്താവനകൾ നടത്തിയതിനെതിരെയാണ് ഹിന്ദു ഐക്യവേദിയുടെ പരാമർശമുണ്ടായത്. അല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കല്ലറകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടോ നിയമപരമായി നടക്കുന്ന എല്ലാ കാര്യത്തിലും ഹിന്ദു ഐക്യവേദി ഒപ്പമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. ശരി, നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിയിൽ നിലപാട് വ്യക്തമാക്കുകയാണ് ഹിന്ദു ഐക്യവേദി. നിയമത്തിൻ്റെ വഴിക്ക് പോകണം, ജില്ലാ ഭരണകൂടമാണ് ഉചിതമായ നടപടി സ്വീകരിക്കേണ്ടത് എന്നും പറഞ്ഞു വയ്ക്കുന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.